ജ്വാല വാ. എങ്ങനെയുണ്ട് എന്റെ രാജ്യം? നിന്റെ രാജ്യം ഞാനാണ്. വാ എടുത്തോടാ. ആരാടാ എന്റെ ഭർത്താവിനെ കൊല്ലാൻ അയച്ചത്? ആരാണ്? Mr. Karna, what is my kingdom saying? ഈ ദൈവഭാഷയൊന്നും എനിക്ക് മനസ്സിലാവില്ല. ഞാൻ നിങ്ങളെ പോലെ കോൺവെന്റിലൊന്നും പഠിച്ചിട്ടില്ല. മരത്തിന്റെ അടിയിൽ ഇരുന്നാ പഠിച്ച്. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നത് വെച്ച് യജമാനൻ എന്ത് പറയും, ജനങ്ങൾ എന്ത് പറയുന്നു എനിക്ക് പറയാൻ പറ്റും. ഭരണം പോലെയല്ല എല്ലാം ഉണ്ടാവുക. യജമാനൻ എന്ത് പറയുന്നു അതല്ലേ ജനങ്ങൾ സ്വീകരിക്ക. അത്രയേ ഉള്ളൂ. കൊടുത്ത് ജീവിക്ക യജമാനെ. ജീവിക്കാൻ പഠിച്ചവനാടാ നീ. അങ്ങയുടെ കടാക്ഷം കൊണ്ട്. എന്താടാ, എന്ത് പറ്റി? എന്തിനാടാ വണ്ടി നിർത്തിയേ? യജമാനെ, വഴിയിൽ മരം വീണ് കിടക്കുന്നു. പൊന്ന കഴിവറുടെ മക്കള്, ധൈര്യമുണ്ട് വെളിവേടാ. എന്റെ മുന്നിൽ മരം വെട്ടിയിടാൻ ധൈര്യമുണ്ടോടാ? വീരുക്കളെ, അയ്യോ എന്റെ അമ്മോ, ഇന്ന് ഭീമറാവിന്റെ കഥ ഇവര് കഴിക്കും. ഇനി ഭുജങ്കറാവിന്റെ അടുത്ത് ശരണം പ്രാപിക്കാം. ഇനി ഇയാൾ എനിക്ക് ഒരു പരിചയമില്ല. ഇയാളൊരു മനുഷ്യനല്ല, ഇയാൾ സിംഹത്തെ പോലെയാണ്. ഇപ്പൊ നമ്മുടെ കൈ നിങ്ങാൻ ഇയാൾ രക്ഷപ്പെട്ടാൽ പിന്നെ ഇയാളെ കൈ ഉണ്ടാക്കി നമ്മൾ അവസാനം. അതുകൊണ്ട് ഇയാളെ വിടാതെ മുറുക്കെ പിടിച്ചോണം, ഒറ്റയടിക്ക് കൊല്ലണം. യജമാനെ, നമ്മുടെ കോട്ട എത്തി. യജമാനെ, കോട്ട എത്തിന്ന്. അല്ല യജമാനെ, കോട്ട എത്തി. അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. ചിലർക്ക് മണ്ണിനോടാണ് ഭ്രാന്ത്, ചിലർക്ക് പെണ്ണിനോട്. അങ്ങനെ ഭ്രാന്തിൽ പല വിധമുണ്ട്. അതിൽ ഇത് രണ്ടാമത് പറഞ്ഞതാ. ഭ്രാന്തിന് പ്രണാമം.
ഇരിക്കൂ. നിനക്ക് ആഗ്രഹം തീരത്തില്ലല്ലോ. വളരെ നന്നായിരിക്കുന്നു. നല്ല രുചിയുമുണ്ട്. രാജാവിന് എന്ത് പറ്റിയതാ? പെരുമാറ്റത്തിനൊക്കെ ഒരു മാറ്റം പോലെ. നിങ്ങളോട് ഒരു കാര്യം പറയണേ യജമാനി അമ്മേ. എന്തു പറ്റി? എന്താണെന്നോ, 2 എണ്ണം പോരാഞ്ഞിട്ട് 3-മതൊന്നിനെ കൊണ്ടുവരാൻ പോവാ. ഹേയ് മല്ലേഷ്, നമസ്കാരം യജമാൻ. എന്റെ സ്വർണ്ണ ശില്പത്തെ എങ്ങോട്ടാടാ കൊണ്ടുപോകുന്നേ? നിനക്ക് 10 ഏക്കർ നിലം തന്നിട്ടില്ലേ? പോയി കൃഷിയും കാര്യവും നോക്കിക്കൂടെ? എനിക്ക് ശാന്തി മുഹൂർത്താണെന്ന് പറഞ്ഞില്ലേ? ഞാൻ ശാന്തി മുഹൂർത്തം എന്ന് പറഞ്ഞത് രുദ്രാംഗിക്ക് മാത്രമാ. നിന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ ഞാൻ. യജമാനെ, എന്തിനാടാ നിനക്ക് ഇത്ര അധികം ദേഷ്യം? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായോ? എനിക്കും രുദ്രാംഗിക്കും തക്കധിമി തക്കജനു തക്കധിമി തക്കജനു തലാങ്ക് തക്കിട 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 ധോ. ഇതിനു വേണ്ടിയാണ്. വാക്കുകൾ സൂക്ഷിച്ച്. ഈ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ തല വെട്ടി കൈ കൊടുത്തേനെ. നിനക്ക് ചോറ് തന്ന് വളർത്തിയതാ ഞാൻ. കൃഷി ചെയ്യാനാണെങ്കിൽ നിലവും തന്നു. നിന്റെ നാട്ടുകാർക്ക് എന്റെ നദിയിലെ വെള്ളവും തന്നു. അത്രയും ചെയ്ത ഞാൻ ഒരു പ്രാവശ്യം നിന്റെ ഭാര്യയെ എനിക്ക് വേണ്ടി തരില്ലടാ. വേണ്ട യജമാനെ. എന്താടാ ശബ്ദമുയർത്തി സംസാരിക്കുന്ന നായ? എന്താ യജമാനെ, എന്താ ഇങ്ങനെ പെരുമാറുന്നേ? അത് അവന്റെ ഭാര്യയാണെന്ന് അങ്ങേക്ക് അറിഞ്ഞൂടെ? അവൻ ഒരു ആനയാണെങ്കിൽ ആനയെ ചട്ടം പഠിപ്പിച്ച പാപ്പാനാടാ ഞാൻ. എന്റെ മുത്തച്ഛൻ എപ്പോഴും പറയാറുണ്ട്, പാമ്പിന് പല്ലില് വിഷമുണ്ടാകും, പക്ഷെ യജമാനന് ദേഹം മുഴുവനും വിഷമായിരിക്കുമെന്ന്. സംസ്കാരമില്ലാത്ത മാനം കെട്ട ജന്മമാണ് നിങ്ങൾ. നിങ്ങളുടെ ഭാര്യ എന്നെ അനുജനെ പോലെ കാണുന്നു. അപ്പൊ എന്റെ ഭാര്യ തനിക്കെന്താണ്? തന്റെ അനിയത്തെ പോലെയല്ലേ? ഒരു നായെ പിടിച്ച് മുത്തം കൊടുത്താൽ അത് മനുഷ്യനാവൂടാ? കിളി കൊത്തിയ പഴത്തിനാടാ രുചി കൂടുന്നത്. ഇവിടെ ഞാൻ തൊട്ടാൽ മാത്രമേ അവക്കൊരു അർത്ഥമുണ്ടാവൂ. ഇവന്റെ തലയർത്ത് കഴുകനിട്ട് കൊടുക്കണം. ഇവനെ വെട്ടി കഷ്ണങ്ങളാക്കി കൊല്ലണോടാ മല്ലേശേ. യജമാനെ, അടിമകളെ കാൽ ചെരുപ്പായിട്ടല്ലേ നീ കാണുന്നത്? ചെരുപ്പ് കാലിലിടാവോ? മനുഷ്യന്മാരെ തലയിൽ വെച്ച് ആഘോഷിക്കണം. ഇപ്പോഴെങ്കിലും നന്നായെന്ന് പറയ്. നിന്നെ ക്ഷമിച്ചു വിട്ടോളാം. ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കേ. ചീ പോടാ അടിമ നായ. നിനക്ക് ഇത്ര അധികം അഹങ്കാരമോ? ഇത്രയും തന്റെ അടവോ? ഞാൻ എറിഞ്ഞ എച്ചിൽ നീ നന്ദി കാണിച്ചല്ലേ? എടാ മല്ലേഷ്, നീ ഒരു കാര്യം മനസ്സിലാക്കിയില്ല. ഇനിയിപ്പൊ ഞാൻ മരിച്ചാലും എനിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അഹങ്കാരം അത് മരിക്കുവോടാ. അത് മരിക്കുവോ എന്ന് പറയണം. മല്ലേഷ്, ഒരുത്തൻ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നാ നിങ്ങളും മുന്നോട്ട് വരുമോ? നിങ്ങൾക്ക് ജീവൻ തരുമ്പോ നന്ദി കാണിക്കുന്നതിന് പകരം പുറത്ത